ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ മാസം ഒക്ടോബർ 29 ലഭിച്ച CCTV ഫുട്ടേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ ഇന്നലെ പൊട്ടിത്തെറിച്ച ആ കാർ i20 HR 26 എന്ന രജിസ്ട്രേഷനിലുള്ള കാറാണ്. അതാണ് ഇന്നലെ പൊട്ടിത്തെറിച്ചത്. അതേ കാർ ഒരു പെട്രോൾ പമ്പിൽ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ രണ്ടുപേർ അത് ഉമർ മുഹമ്മദ് ആണോ അല്ലെങ്കിൽ ഉമർ സഹോദരനാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ അത് വളരെ സുപ്രധാനമായ ദൃശ്യമാണ്. അപ്പോൾ കഴിഞ്ഞ മാസം 29 ഒക്കെ തന്നെ ഈ കാർ ഇവർ ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രണ്ട് മറ്റുടമകൾ, നേരത്തെയുള്ള ഉടമകളിൽ നിന്നും കാർ വാങ്ങി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. ആ കാറാണ് ഇന്നലെ ഈ സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് എന്ന കാര്യം വ്യക്തമാകുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ 2 ആഴ്ചയായി എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ച ശേഷം പുറത്തേക്ക് വരുമ്പോൾ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. അതിൽ 2 പേർ ഈ കാറിൽ കയറുന്നത് കാണാം. അതിൽ പിറകിൽ ഒരു ബാഗ് ഇട്ടിരിക്കുന്നയാൾ അത് ഈ ഉമർ മുഹമ്മദിന്റെ സഹോദരനാണ് എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിലേക്ക് ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. ആരൊക്കെ ഇതിൽ പങ്കാളികളായി? ഈ കാർ ഓടിച്ച അത് ഡോക്ടർ മുഹമ്മദ് തന്നെയാണോ എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. ഉമർ മുഹമ്മദ് തന്നെയാണോ എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ് എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഇവരുടെ ആസൂത്രണം അത് എപ്പോഴാണ് ഉണ്ടായത്, എവിടെയാണ് ഉണ്ടായത്, അത്തരം കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പ്രധാന ഫോക്കസ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി അവിടെയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പരിശോധനകൾ ഇനിയിപ്പോൾ നടത്താൻ പോകുന്നത്. ഇപ്പോൾ നാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ഫരീദാബാദിൽ നിന്നും കൂടുതൽ ഈ സ്ഫോടക വസ്തുക്കളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിലായി എന്ന പ്രാഥമികമായ വിവരങ്ങളൊക്കെ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം നൽകുന്നുമുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, കിട്ടാവുന്നിടത്തോളം പരമാവധി CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്യുന്നത്. അതിൽ നിന്നും കൃത്യമായി ഇതിൽ ആരൊക്കെ യാത്ര ചെയ്തു, ഈ കാർ എവിടെയൊക്കെയാണ് ഉണ്ടായത്, ഇത്തരം കാര്യങ്ങളെല്ലാം ശേഖരിക്കാൻ ഉള്ള ശ്രമത്തിലാണ് പോലീസ്. അതിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ 24 സ്ക്രീനിലൂടെ പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ മാസം 29 CCTVയിൽ പതിഞ്ഞ ദൃശ്യമാണ്. ഈ 2 പേർ അത് ആരൊക്കെയാണ് എന്ന് വ്യക്തമായിട്ടുണ്ടോ അജീഷ്? ഈ കൂടെയുള്ള ആളുകൾ അത് ആരാണെന്ന് പോലീസിന് ഇതുവരെയും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അവരെ കണ്ടുപിടിക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത്. ഈ കൂടെ 2 പേർ കാറിൽ കയറി പോകുന്നത് പെട്രോൾ പമ്പിന് പുറത്ത് നിന്നുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഇവർ ഈ ഒരാൾ പെട്രോൾ പമ്പിനകത്ത് കയറി പെട്രോൾ അടിച്ചതിന് ശേഷം പുറത്തെത്തുമ്പോൾ ഈ കാറിനുള്ളിൽ 2 പേർ കയറി പോകുന്നത് ഇതായിരുന്നു ആ പുറത്ത് വന്ന ദൃശ്യം. ഇത് ഒരുപക്ഷെ മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവർ ഈ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നതാകാം എന്നതിലേക്ക് നയിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണിത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേർക്ക് ഈ സ്ഫോടനത്തിൽ പങ്കുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ആയിരിക്കും അന്വേഷണ സംഘം എത്തുക. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ്, ആ നിഗമനത്തിലേക്ക് എത്തിച്ചേരാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. അങ്ങനെയാണ് ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലടക്കം കൂടുതൽ പരിശോധന നടത്തുന്നത്. ജമ്മു കശ്മീരിലും ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഈ ഉമർ മുഹമ്മദുമായി ബന്ധപ്പെട്ട് ആളുകൾ ആരൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവരുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ കേസ് അന്വേഷണം NIA പൂർണ്ണമായിട്ടും ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ആളുകളിലേക്ക്, അതായത് എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് ഇതിൽ എങ്ങനെയാണ് ഈ സ്ഫോടനം നടന്നത്, ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത്, അതിലൊരു വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതിനായി ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ഡൽഹിയിലെ ഈ സ്ഫോടനം നടന്ന ലാൽഖില, അതിന്റെ പരിസരത്തുള്ള ദരിയാഗഞ്ച്, പഹർഗഞ്ച് പോലുള്ള സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിലെ ഈ താമസ ഹോട്ടലുകൾ ഒക്കെ തന്നെ പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു. ഹോട്ടലുകളിലെ രജിസ്റ്ററുകൾ വിശദമായി പരിശോധിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ആരെങ്കിലും അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ, 100 കണക്കിന് CCTV ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. ഈ വെള്ള ഹ്യുണ്ടായി i20 കാർ ഏത് വഴിയൊക്കെയാണ് പോയത്, ഇന്നലെ മാത്രമാണോ ഈ കാർ അവിടെ ഉണ്ടായിരുന്നത്, അതിനു മുമ്പൊക്കെ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത്, യാത്ര ചെയ്തത്, എവിടെയൊക്കെ നിർത്തി, ആരോടൊക്കെ സംസാരിച്ചു തുടങ്ങിയ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഈ അന്വേഷണം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിവേഗം തന്നെ പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എത്രയും വേഗം തന്നെ ഇതിൽ കാരണക്കാരായിട്ടുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഈ അന്വേഷണ സംഘം ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ LNJP ആശുപത്രിയുടെ സമീപമാണ്. ഇവിടെയാണ് ഈ മരിച്ചവരുടെയും ഒപ്പം തന്നെ പരിക്കേറ്റവരെയും പാർപ്പിച്ചിരിക്കുന്നത്. 30 പേർക്കാണ് നിലവിൽ പരിക്കേറ്റ് ഇവിടെ ചികിത്സയിലുള്ളത്. 12 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 8 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 6 പേരുടെ മൃതദേഹം അവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. ഒരാളുടെ ചിലരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണുള്ളത്, ഛിന്ന ഭിന്നമായ നിലയിലാണുള്ളത്. അത് DNA പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഈ ചില സൂചനകളൊക്കെ നേരത്തെ
നേരത്തെ പുറത്തു വന്നിരുന്നു ഇതൊരു ചാവേർ ആക്രമണം ആകുമോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഉമർ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നതെങ്കിൽ ഉമറിന്റെ മൃതദേഹം ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഈ ആശുപത്രിയിൽ ഉണ്ടായിരിക്കും. അത് പക്ഷേ DNA പരിശോധന നടത്തി മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.